ഗദാമ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഗദാമയുടെ കമലങ്ങളും അതിൻ്റെ പ്രൊഡ്യൂസർ പ്രദീപായിട്ടും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ള എം ജയചന്ദ്രൻ എല്ലാവരും ഇവിടെയുണ്ട്. അവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ അവാർഡ് വാങ്ങാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ആദ്യം പറഞ്ഞ പോലെ അടുത്ത മാസം വെനീസിലെ വ്യാപാരം റിലീസാവുകയാണ്. മമ്മൂട്ടിയോടൊപ്പം ആദ്യമായിട്ട് നായികയിൽ അഭിനയിക്കുന്ന സിനിമയാണ്. അപ്പൊ ഈ സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ആ സിനിമയ്ക്കും ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. ചിറമേൽ ഫ്രാൻസിസ് ആയ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മമ്മൂക്കെ ഹൃദയപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എണീറ്റ് നിന്നുകൊണ്ട് കൈയടിച്ചുകൊണ്ട് നമുക്ക് ആ പ്രിയ കലാകാരനെ സ്വാഗതം ചെയ്യാം. സ്വാഗതം ചെയ്യുന്നു മെഗാസ്റ്റാർ മമ്മൂട്ടി. പ്രാഞ്ചേട്ടൻ കാരണം തൃശ്ശൂർ വരുന്നത് ഇപ്പോൾ 4 or 5 പ്രാവശ്യമുണ്ട്. ഇതേ വേദിയിൽ തന്നെ ഇതിനു മുമ്പ് 1 or 2 പ്രാവശ്യം പ്രാഞ്ചേട്ടനുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് ഞാൻ വന്നിട്ടുണ്ട്. ഒരു അവാർഡിനും പിന്നെ പ്രാഞ്ചേട്ടന് തന്നെ ഒരു ആഘോഷത്തിനുമൊക്കെ ഇവിടെ വന്നിരുന്നു. തീർച്ചയായിട്ടും പ്രാഞ്ചേട്ടൻ ആൻഡ് ദ സെയിന്റ് എന്ന സിനിമയിലെ അഭിനയത്തിനുള്ള അവാർഡിന് ഒരു 10% മാത്രമേ ഞാൻ അവകാശമായിട്ടുള്ളൂ. ബാക്കിയുള്ളതില്ല. കാരണം ഇത്രയും നല്ല ആളുകളായ തൃശ്ശൂർക്കാരുടെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അവസരം കിട്ടുന്നത് തൃശ്ശൂർക്കാരുള്ളതുകൊണ്ട്. പക്ഷെ ഇത് വെറുതെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കാരണം യാതൊരു മുൻവിധിയും ഇല്ലാതെ എന്തും തുറന്നു പറയുന്ന പ്രകൃതക്കാരാണ് തൃശ്ശൂർക്കാരനെ കേട്ടിട്ടുണ്ട്. ആ ഒരു ദുസ്വഭാവം അല്ലെങ്കിൽ ഒരു സൽസ്വഭാവം ചെറുതായിട്ട് വ്യക്തിപരമായി എനിക്കുണ്ട്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ കഥാപാത്രത്തെ വളരെ എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ എനിക്ക് സാധിച്ചു. ഈ അഭിനയ മികവിന് തന്ന പുരസ്കാരത്തിന് കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷനോടും അതിൻ്റെ ജൂറി അംഗങ്ങളോടുകൂടെ നന്ദി. പിന്നെ ബാക്കി തൃശ്ശൂർക്കാരോട് Television Award and അംഗങ്ങളെ പോലെ തന്നെയാണ്. കാരണം documentary, Arun Punalur, producer and director of the Thanks documentary.